UDFന്റെ കാര്യം കഷ്ടമാണ്. ആരോഗ്യരംഗത്ത് എന്നല്ല ഒരു രംഗത്തും ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല, ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ പിന്നെ അതിനേക്കാൾ 10 മടങ്ങ് നേട്ടങ്ങൾ LDF സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെ സഹിക്കാനാണ്? UDFന്റെ പൂജ്യങ്ങളിൽ നിന്നും മോശപ്പെട്ട ആരോഗ്യ സൂചകങ്ങളിൽ നിന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ LDF എങ്ങനെ മികച്ചതാക്കിയെന്ന് നോക്കാം. അതിനായി LDF-UDF കാലത്തെ ചില വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, ഇ-ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുടെ എണ്ണം ഇതെല്ലാം തന്നെ UDFന്റെ കാലത്ത് ബിഗ് സീറോ ആയിരുന്നു. ഇനി LDF കാലത്തെ കണക്കുകൾ പറയാം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ 885, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 5416, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം 380, ഇ-ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സ്ഥാപനങ്ങളുടെ എണ്ണം 762. UDFന്റെ സമയത്ത് കരൾ മാറ്റിവെക്കലിന്റെ കണക്കെടുത്താൽ അതും വട്ടപൂജ്യമാണ്. LDF സർക്കാർ 2022 ആരംഭിച്ചിട്ട് ഇതിനോടകം തന്നെ 10 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രികളിലെ കാത്ത് ലാബിന്റെ എണ്ണം എടുത്താൽ അതും UDFന്റെ കാലത്ത് 0 ആണ്. 12 കാത്ത് ലാബുകളാണ് LDF സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളുടെ എണ്ണം UDFന്റെ സമയത്ത് പറയുകയാണെങ്കിൽ 8 എണ്ണമാണ്. LDFന്റെ കാലത്ത് ഇത് 107 എണ്ണമാണ്. സൗജന്യ ചികിത്സാ പദ്ധതി UDFന്റെ സമയത്ത് ഒരു വർഷത്തേക്ക് 30,000 രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. LDFന്റെ കാലത്ത് ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപ. മാതൃമരണ നിരക്ക് നോക്കാം. 1 ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മരിക്കുന്ന അമ്മമാരുടെ എണ്ണം എന്ന കണക്കിലാണിത്. 2015-16 അതായത് UDFന്റെ സമയത്ത് 43 ആയിരുന്നു. 2024-25 ആകുമ്പോഴത്തേക്ക് ഇത് 19 കുറഞ്ഞിട്ടുണ്ട്. ശിശുമരണ നിരക്ക് ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 2015-16 12, 2024-25 6. നവജാത ശിശുമരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴുള്ള കണക്കെടുക്കുമ്പോൾ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 2015-16 6, 2024-25 4. ഇനി ഒരു വർഷം സൗജന്യ ചികിത്സക്കായി സർക്കാർ ചിലവഴിക്കുന്നത് ശരാശരി എത്ര രൂപയായിരിക്കും? LDFന്റെ കാലത്ത് അതായത് 2024-25 കണക്കെടുത്ത് നോക്കിയാൽ 1498.5 കോടി. UDFന്റെ കാലത്ത് 2015-16 114 കോടിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. LDFന്റെ കാലത്ത് 42.5 ലക്ഷം കുടുംബങ്ങളാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ. UDFന്റെ കാലത്ത് ഇത് 28 ലക്ഷമായിരുന്നു. ഇനി സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ചികിത്സാ ചെലവിന്റെ കാര്യം പറയാം. LDFന്റെ കാലത്ത് UDF കാലത്തുണ്ടായ ചികിത്സാ ചെലവിനേക്കാൾ 60% കുറവാണ് എന്നാണ് നാഷണൽ സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു 100 രൂപയാണ് ചികിത്സാ ചെലവ് വരുന്നതെങ്കിൽ LDFന്റെ കാലത്ത് ഇത് 60% കുറഞ്ഞ് വെറും 40 രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. 2016 NSSO സർവേ റിപ്പോർട്ട് പ്രകാരം കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഗ്രാമീണ മേഖലയിലാണെങ്കിൽ 17,054 ആണ്. നഗരമേഖലയിൽ 23,123. ഇനി 2024 NSSO സർവേ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഗ്രാമീണ മേഖലയിൽ 10,929, നഗരമേഖലയിൽ 13,140 ആണ്. എന്നിട്ടും സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ നശിപ്പിച്ചേ എന്ന് പറഞ്ഞുള്ള ആ കരച്ചിലുണ്ടല്ലോ. കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇവർ നടത്തുന്നത്. പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന മാധ്യമങ്ങളെയും നമ്മൾ ഓർക്കാതെ പോകരുത്. ഇവരൊക്കെയും ആരോഗ്യരംഗത്തെ വിമർശിക്കുന്നത് സാധാരണ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടൊന്നുമല്ല. ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടി സ്വകാര്യ മേഖലയെ നൈസായിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യുക. ആൾക്കാർ അങ്ങനെ ഇപ്പോ ചെലവില്ലാതെ രോഗം ഭേദമാക്കേണ്ട എന്നൊരു ലൈൻ. എന്നാലല്ലേ ഞങ്ങളുടെ കച്ചവടം നടക്കൂ. ഏത്?